നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്ലൈറ്റ് ഇറങ്ങിയാലുടനെ അറസ്റ്റ് കാത്തിരിക്കുകയാണ് പോലീസ്. സിറിയയിലെ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന IS ഭീകരന്മാരുടെ ഭാര്യമാരിൽ ചിലരും കുട്ടികളും ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ് ഇന്ന്. ഇവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരു വശത്ത്. എന്നാൽ മറുവശത്താകട്ടെ മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ഇവരിൽ ചില വനിതകളെ രാജ്യത്ത് പ്രവേശിച്ചാലുടൻ തന്നെ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ എത്തുന്ന ഈ IS ഭീകരന്മാരുടെ ഭാര്യമാരിൽ ചിലർ, അവരുടെ കുട്ടികൾ, ഇവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ സർക്കാരിന് എത്ര ചെലവ് വരുമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മൗനം തുടരുകയാണ്. QR 908 എന്ന വിമാനത്തിൽ സിഡ്നിയിലും QR 904 എന്ന വിമാനത്തിൽ മെൽബണിലുമായി 2 സംഘമായിട്ടാണ് ഇവർ എത്തുക. 13 അംഗ സംഘത്തിൽ 4 ഓസ്ട്രേലിയൻ വനിതകളും അവരുടെ 9 കുട്ടികളുമുണ്ട്. ഇവരെ കഴിഞ്ഞയാഴ്ച സിറിയയിലെ അൽറൂജ് ക്യാമ്പിൽ നിന്ന് നാട് കടത്തിയതാണ്. അങ്ങനെയാണ് ഇവർ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചിരിക്കുന്നത്. 13 അംഗ സംഘമാണ് എത്തുന്നത്. അപ്പോൾ ഇവരിൽ ചിലരെ അറസ്റ്റ് ചെയ്യും, മറ്റു ചിലരെ സുരക്ഷിതമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര പേരെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ സംഘത്തിലുള്ള ചിലരെ അറസ്റ്റ് ചെയ്യുമെന്നും അവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകും. മാനസികാരോഗ്യ തെറാപ്പികൾ, സമൂഹവുമായി ഇടപെടുന്നതിനുള്ള പരിശീലനം തുടങ്ങിയവ ഈ കുട്ടികൾക്ക് നൽകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഇവർക്ക് സഹായം നൽകില്ലെന്നാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ഒരു നിലപാട്. അപകടകരമായ ഭീകര സംഘടനയിൽ ചേരാനും അവരുടെ കുട്ടികളെ അസാധാരണമായ സാഹചര്യത്തിൽ വളർത്താനും തീരുമാനമെടുത്തവരാണ് ഇവർ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. കുറ്റം ചെയ്തവർക്ക് നിയമത്തെ പൂർണ്ണ ശക്തിയോടെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നിയമപാലകരും രഹസ്യാന്വേഷണ ഏജൻസികളും 2014 മുതൽ അവരുടെ മടങ്ങി വരവിനായി ശ്രമിക്കുന്നുണ്ട്. തിരിച്ചുവരവ് കൈകാര്യം ചെയ്യാൻ സർക്കാരിന് ദീർഘകാല പദ്ധതികളുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇവർ എത്തുമ്പോൾ ചിലരെ അറസ്റ്റ് ചെയ്യും, വേണ്ട സംരക്ഷണം ഒരുക്കും. മറ്റു ചിലർക്ക് കാര്യങ്ങളൊക്കെ ഈ സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. അതേസമയം മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം. നീണ്ട 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാഖും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി കവാടമായ റാബിയ യറൂബിയ വീണ്ടും തുറന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധവും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം 2011 മുതൽ പാത അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് വീണ്ടും തുറന്നത്. ഇറാഖിൽ റാബിയ എന്നും സിറിയയിൽ അൽ യാറൂബിയ എന്നും അറിയപ്പെടുന്ന ഈ അതിർത്തി പാത ഒരു കാലത്ത് വ്യാപാരത്തിനും ചരക്ക് ഗതാഗതത്തിനും പ്രധാന കേന്ദ്രമായിരുന്നു. എന്നാൽ സിറിയൻ യുദ്ധം ശക്തമായതോടെ ഇത് അടച്ചുപൂട്ടുകയായിരുന്നു. തുടർന്ന് 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടന ഈ പ്രദേശം പിടിച്ചെടുക്കുകയും പിന്നീട് ഇറാഖ് കുർദിഷ് സേനകൾ അത് വീണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.